എറണാകുളം പനമ്പള്ളി നഗറിലാണ്. അവിടെ തേവര റോഡിൽ കാർ കുഴിയിൽ വീണെന്നൊരു വാർത്ത വരുന്നുണ്ട്. വാട്ടർ അതോറിറ്റിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി എടുത്ത കുഴിയിലാണ് ഈ കാർ വീണത്. ആളപായമൊന്നുമില്ല, ഭാഗ്യം. അതെ, വിഷ്ണു സുരേഷാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. നമ്മുടെ പല പ്രേക്ഷകരും പറയുന്നുണ്ടായിരുന്നു ഈ മഴക്കാലത്ത് റോഡിലെ കുഴികളൊന്നും ആർക്കും ശ്രദ്ധയിൽപ്പെടില്ല, അതുകൊണ്ട് പലതരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്, ജാഗ്രത വേണം. അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണ്? ക്രിസ്റ്റീന, ഹാഷ്മി, ഗുഡ് മോർണിംഗ്. ഞാൻ നിൽക്കുന്നത് ഈ പനമ്പള്ളി നഗറിൽ നിന്ന് തേവരയിലേക്ക് പോകുന്ന റോഡിലാണ്. പനമ്പള്ളി നഗറിന്റെ ഏറ്റവും അവസാന ഭാഗത്ത് നിന്ന് തേവരയിലേക്കുള്ള ഒരു വളവിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇവിടെ ഈ ജല അതോറിറ്റിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയാണ് ഈ റോഡിൽ ഈ കാണുന്ന കുഴി എടുത്തിരുന്നത്. പക്ഷേ ഇതറിയാതെ വന്ന ഈ പരിസരത്ത് താമസിക്കുന്ന ഒരാളുടെ വാഹനമാണ് ഈ ജല അതോറിറ്റിയുടെ നിർമ്മാണ പ്രവർത്തനത്തിനായി കുഴിച്ച ആ കുഴിയിലേക്ക് വീണത്. അതിന് പ്രധാനപ്പെട്ട കാര്യം, രണ്ട് വശങ്ങളാണ് റോഡിലുള്ളത്. ആ രണ്ട് വശത്തും ഈ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഈ കുഴിയെടുത്തതുമായി ബന്ധപ്പെട്ടോ ഒരു തരത്തിലുള്ള ബോർഡുകളും സ്ഥാപിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ അറിയാതെ വന്ന് ഈ കുഴിയിൽ വീണതാണ്. ഇന്നലെ രാത്രിയോടുകൂടിയായിരുന്നു സംഭവം. ഈ മഴ ശക്തമാകുന്ന ഘട്ടത്തിൽ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നത് തന്നെ അത് ശരിയല്ലാത്ത നടപടിയാണ്. പക്ഷെ അങ്ങനെ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ കൃത്യമായ ബോർഡുകളൊക്കെ സ്ഥാപിക്കണം. നാട്ടുകാർക്ക് വലിയ പ്രതിഷേധമൊക്കെ ഉണ്ട്. ചേട്ടാ, ഇത് ഇന്നലെ എപ്പോഴായിരുന്നു സംഭവം? ഇത് എന്തായിരുന്നു? 12 മണിയൊക്കെ ഉണ്ടാവും രാത്രി. ഇവിടെ മേലുദ്യോഗസ്ഥന്മാരൊന്നും ആരും ഉണ്ടായിരുന്നില്ല. വേറെ ഇന്ത്യക്കാരൊക്കെയാണ് ഈ പണി നോക്കി നടത്തിക്കൊണ്ടിരുന്നത്. ഒരു ബോർഡും രണ്ട് സൈഡിലും കാണുന്നില്ല, ആരുമില്ല. ഇവിടെ രാത്രി ഞാൻ നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഒച്ചപ്പാടും വേളം കേട്ട് ഇറങ്ങിയപ്പോഴാണ് ഇങ്ങനെ കിടക്കണം. ആരുടെ ഈ വണ്ടി തൊട്ടടുത്തുള്ള ഫ്ലാറ്റിലാണ്. നേരെ വന്ന് ഇന്നലെയാണ് ഈ കുഴി എടുത്തത്. നേരെ വന്ന് ഇതിപ്പോ 1 വർഷത്തോളം ഈ റോഡ് ഇങ്ങനെ കിടക്കണം. ആരും തിരിഞ്ഞു നോക്കാറില്ല, കൗൺസിലറും ഇല്ല, ആരുമില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം മനോരമ ചാനലുകാർ ഒന്ന് റിപ്പോർട്ട് ചെയ്ത് അതിന്റെ ഇടയിലാണ് ഈ സാധനം. ഇവിടെ അപ്പുറത്ത് ഒരു പൈപ്പും പൊട്ടിയിട്ടുണ്ട്. അവിടെ ഈ 1 വർഷമായിട്ട് ഒരു നടപടിയില്ല. ഇനിയിപ്പോൾ ഈ കാറ് മാറ്റാൻ എന്തെങ്കിലും നടപടികൾ ആരെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടോ? അതറിഞ്ഞൂടാ. ഇപ്പൊ മുൻ കൗൺസിലർ കെ ഫ്രാൻസിസ് വരുന്നുണ്ട്. ഇപ്പൊ അവരൊക്കെ നോക്കാം. ആളപായമൊന്നുമില്ല, ആർക്കും അപകടം ആളപായമൊന്നുമില്ല. ഹാഷ്മി, വളരെ കഷ്ടമാണ്. ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ കാർ ആ കുഴിയിൽ ഇങ്ങനെ ഇരുന്ന് പോയിരിക്കുന്നത്. ഏകദേശം 1 അടി താഴ്ചയോളമുള്ള കുഴിയാണ്. ഇന്നലെ രാത്രി എടുത്ത കുഴിയാണ്. അവിടെ സാധാരണഗതിയിൽ ഒരു അപായ ബോർഡോ അല്ലെങ്കിൽ എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നൊരു സൂചികയെങ്കിലും രണ്ട് വശങ്ങളിൽ വെക്കണം. കാരണം രാത്രി പരിചയമില്ലാത്ത ആളുകളൊക്കെ ഈ റോഡിലൂടെ പോകുന്ന ഒരു സ്ഥലം കൂടിയാണ്. പക്ഷെ അവർ ഇതൊന്നും അറിയാതെ വിഷ്ണു, നമ്മുടെ ഈ റോഡ് മുഴുവൻ മഴയാകുമ്പോഴേ കുത്തിപ്പൊളിക്കാന്ന് പറയുന്നത് അനുഷ്ഠാനം പോലെ തുടരുന്ന കാര്യമാണല്ലോ. ഒരു മാറ്റം അക്കാര്യത്തിലില്ലല്ലോ. ഇപ്പോഴും വേണേൽ പല സ്ഥലങ്ങളിലും ഈ പറഞ്ഞ പാവം ജീവനക്കാർ മഴ നനയാതിരിക്കാൻ കുടയൊക്കെ പിടിച്ചൊന്ന് കുഴിക്കുന്ന കാണാം. അപ്പം മഴ തുടങ്ങിയാൽ കുഴിക്കാന്നുള്ളത് ഒരു മാറ്റവും ഇല്ല. അതിനും ഒരു മാറ്റമില്ല വിഷ്ണു. ഹാഷ്മി, അതിൽ ഒരു തർക്കമില്ല. അത് കാലാകാലങ്ങളായി കേരളത്തിൽ കണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ്. മഴയാകുന്നത് വരെ കാത്തിരിക്കും ഇത്തരത്തിൽ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ. അതുവരെ ഈ റോഡിലെ കുഴിയോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളോ ഒന്നും അവർ മൈൻഡ് ചെയ്യുന്നില്ല. മഴയാകും, നാട്ടുകാർ ആ കുഴി കൊണ്ടുവന്ന് വാഴ വെക്കും. അതിന് പിന്നാലെ തന്നെ അവിടെ ടാർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു നല്ല റോഡ് പണിതിട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവിടെ ജല അതോറിറ്റിയുടെ ആൾക്കാർ വന്നിട്ട് അവിടെ പൈപ്പ് എടുക്കാനുള്ള നടപടികളിലേക്ക് സ്വീകരിക്കും. അങ്ങനെ അത്തരത്തിൽ 1 വർഷമായി ഈ വഴിയിൽ ഈ പൈപ്പിൻ്റെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ഇന്നലെയാണ് ഈ കുഴി എടുത്തത്. ഈ കുഴിയിൽ ഇന്നലെ എടുത്ത ഘട്ടത്തിൽ ഈ കുഴി മറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാധന സാമഗ്രികളോ ഒന്നും ഇവിടെ ഇല്ല. സ്വാഭാവികമായും പരിചയമില്ലാത്ത ആളുകൾ ഇന്നലെ രാവിലെ പോയപ്പോൾ ഒരുപക്ഷെ ഈ കുഴി അവർ കണ്ടു കാണില്ല. ഇന്നലെ രാത്രിയോട് കൂടി എടുത്ത കുഴിയാണ്. ഇന്നലെ രാത്രി എടുത്ത ഘട്ടത്തിൽ ഈ കുഴിയിൽ വന്ന് ഈ കാറ് വീഴുകയായിരുന്നു. അപകടം ഒന്നും ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഒരു ആശ്വാസകരമായ കാര്യം. പക്ഷേ അത് അപകടത്തിലേക്ക് പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. ഈ കാറ് കിടക്കുന്ന അല്ലെങ്കിൽ കാറിൻ്റെ ഈ ദൃശ്യങ്ങളിൽ തന്നെ മനസ്സിലാവും എത്രത്തോളം ഡേഞ്ചറാണ് ആ സിറ്റുവേഷൻ എന്നുള്ളത്. നിലവിൽ ഈ കാറ് മാറ്റാനുള്ള നടപടി സ്വീകരിക്കണം. അത് ഉടനടി ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഹാഷ്മി.